അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 14 ചൊവ്വാഴ്ച. ഇറാൻ വിഷയത്തിൽ പുതിയ സമാധാന നീക്കവുമായി പാകിസ്ഥാനും ചൈനയും. 5 സമാധാന പദ്ധതി വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ ചർച്ച ചെയ്തു. വ്യാഴാഴ്ച വീണ്ടും ചർച്ച ഒരുക്കാനാണ് നീക്കം. ഇതേസമയം അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ ഹോർമൂസ് കടലിടുക്കിലൂടെ ചൈനയുടെ കപ്പൽ കടന്നുപോയി. അമേരിക്ക പ്രഖ്യാപിച്ച ഹോർമൂസ് ഉപരോധത്തെ പിന്തുണയ്ക്കില്ലെന്ന് നാറ്റോ സഖ്യകക്ഷികൾ. പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ മുഖം തിരിച്ചറിയുന്ന ബയോമെട്രിക് സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം തേടി. അശ്വിനി കുമാർ ഉപാധ്യായയാണ് ഹർജി നൽകിയത്. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി പ്രസംഗിച്ച സമ്മേളനത്തിനിടെ മദ്യപിച്ച് സർക്കിൾ ഇൻസ്പെക്ടറെ കയ്യേറ്റം ചെയ്ത SIയെ സസ്പെൻഡ് ചെയ്തു. മ്യൂസിയം സ്റ്റേഷനിലെ പ്രൊബേഷണറി SI കൃഷ്ണമോഹനെയാണ് തിരുവനന്തപുരം സിറ്റി കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത്. ഡ്യൂട്ടിയിലല്ലാതിരുന്ന കൃഷ്ണമോഹന് പാസില്ലാത്തതിനാൽ അകത്തേക്ക് കടത്തിവിടാത്തതിനാണ് CIA കയ്യേറ്റം ചെയ്തത്. നാടാകെ വിഷു ഒരുക്കം. നാളെ വിഷു ആഘോഷിക്കാൻ കൊന്നപ്പൂക്കളും കണിവിഭവങ്ങളും പച്ചക്കറികളും പുതുവസ്ത്രങ്ങളും വാങ്ങാൻ തിരക്ക്. പടക്ക വിപണിയിലാണ് കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത്. ആലപ്പുഴ തുറവൂർ താലൂക്ക് ആശുപത്രി കെട്ടിടത്തിൽ തീപിടുത്തം. ആശുപത്രി കെട്ടിടത്തിന്റെ 3ാം നിലയിൽ മരുന്നുകൾ സൂക്ഷിച്ച ഗോഡൌണിലാണ് തീ പടർന്നത്. താലൂക്ക് ആശുപത്രിയിലെ രോഗികളെ ചേർത്തല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കോട്ടയം മെഡിക്കൽ കോളേജിൽ വെള്ളമില്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു. സർജിക്കൽ ബ്ലോക്കിലെ ജലസംഭരണികളിലേക്ക് വെള്ളമെത്തിക്കുന്ന പമ്പുകൾ തകരാറിലായതാണ് കാരണം. പമ്പുകൾ നന്നാക്കാനുള്ള പണികൾ ആരംഭിച്ചു. ശുചിമുറികളിലേക്കടക്കമുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്കായി ടാങ്കറുകളിൽ വെള്ളമെത്തിക്കും. CPMലെ രക്തസാക്ഷി കുടുംബങ്ങൾ പോലും LDFന്റെ പരാജയത്തിൽ സന്തോഷിക്കുമെന്ന് ഷാഫി പറമ്പിൽ MP. സംസ്ഥാന സർക്കാരിന് ജനം എക്സിറ്റ് അടിച്ചുകൊടുത്തു. ഭൂരിഭാഗം മന്ത്രിമാരും CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും തോൽക്കും. ഏതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ വോട്ട് കൊണ്ടല്ല UDF ജയിക്കുക. പ്രചാരണത്തിൽ സമുദായ നിറം കൊടുക്കാൻ ശ്രമിച്ച CPMനുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് ഷാഫി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ജാതി അധിക്ഷേപത്തിന് പുറമെ ലോൺ ആപ്പ് ഭീഷണിയുമെന്ന് ആവർത്തിച്ച് പോലീസ്. പണം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് നിതിന്റെ ഫോണിലേക്ക് 98 കോളുകളാണ് വന്നത്. അധ്യാപികയായ ലതയെ ലോൺ ആപ്പ് സംഘം നിരന്തരം വിളിച്ചതും അവർ പോലീസിൽ പരാതിപ്പെട്ടതും നിതിന് മാനസിക സമ്മർദ്ദം കൂട്ടിയെന്ന് പോലീസ് പറയുന്നു. നിതിൻ രാജിന്റെ മരണം കേരളത്തിന് അംഗീകരിക്കാനാകാത്തതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മിടുക്കനായ ഒരു വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ആരായാലും മാപ്പർഹിക്കാത്ത കുറ്റമാണ്. കേരളമാകെ നിതിൻ രാജിന്റെ കുടുംബത്തിനൊപ്പമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലേക്ക്. വേനൽ ചൂട് കനത്തതിനാൽ ഇന്നലെ വൈകുന്നേരം മാത്രം 5933 മെഗാവാട്ടായിരുന്നു വൈദ്യുതി ഉപഭോഗം. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപഭോഗവും ഇന്നലെ രേഖപ്പെടുത്തിയതായിരുന്നു. 112.16 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ ഉപയോഗിച്ചത്.
സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിനാൽ ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ ഇന്നും നാളെയും താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. സഭയോടും ദീപിക പത്രത്തോടുമുള്ള പോര് നീട്ടേണ്ടെന്ന നിലപാടിൽ BJP നേതൃത്വം. വിമർശനം സഭയ്ക്കെതിരെയല്ല, ദീപികയ്ക്കെതിരെയെന്ന് ഷോൺ ജോർജ് കോർ കമ്മിറ്റിയിൽ വിശദീകരിച്ചു. PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും സഭാ വിമർശനം യോഗത്തിൽ ചർച്ചയായി. കളമശ്ശേരിയിൽ ബൈ ബൈ പിണറായി ഫ്ലക്സിനെ ചൊല്ലി കുന്നുകരയിലുണ്ടായ കയ്യാങ്കളിയിൽ 7 CPM പ്രവർത്തകർക്കെതിരെ കേസ്. ഫ്ലക്സ് ഉയർത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചെന്നാണ് പരാതി. കോഴിക്കോട് ചെലവൂരിൽ അരുംകൊല. 16-കാരിയെ യുവാവ് കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തി. പ്രതിയും കൊല്ലപ്പെട്ട നസ്രീനയുടെ ബന്ധുവുമായ അദിനാനെ അതേ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കോൺഗ്രസ് ഭരിക്കുന്ന മഞ്ഞള്ളൂർ റൂറൽ സഹകരണ ബാങ്കിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ഉത്തരവാദികളായ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും 22.13 കോടി രൂപ തിരിച്ചുപിടിക്കാൻ എറണാകുളം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടു. ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് അന്തരിച്ച ജോയ് മാളിയേക്കൽ, മുൻ സെക്രട്ടറി ഡൊമിനിക് സ്കറിയ എന്നിവരടക്കമുള്ളവരിൽ നിന്നാണ് തുക ഈടാക്കേണ്ടത്. കായംകുളം ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ഏപ്രിൽ 4-നാണ് കായംകുളത്ത് അപകടത്തിൽപ്പെട്ട യുവതിക്കുനേരെ ലൈംഗിക അതിക്രമം നടന്നത്. കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് യുവതി പരാതി നൽകി. കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ തർക്കം കൂട്ടത്തല്ലിലും അക്രമത്തിലും കലാശിച്ചു. ബസിന്റെ ചില്ലടിച്ചു തകർത്തു. കസബ പോലീസ് സ്ഥലത്തെത്തി 2 ബസ്സുകളും കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് മുക്കം തിരുവമ്പാടി റൂട്ടിൽ സർവീസ് നടത്തുന്ന അസാറോ, മാധവം എന്നീ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിലാണ് അടിയുണ്ടായത്. നിതിൻ രാജിന്റെ മരണകാരണം ലോൺ ആപ്പ് ഭീഷണിയെന്ന് വരുത്താനുള്ള പോലീസ് നീക്കം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ജനറൽ കൺവീനർ M. ഗീതാനന്ദൻ ആരോപിച്ചു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോ 15 ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേണി ഡാൻഡ്രോ ക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തരുതെന്ന് ചൈന. ഇറാനുമായി തങ്ങൾക്ക് നിരവധി വാണിജ്യ കരാറുകളുണ്ടെന്നും അത് തടയാൻ അമേരിക്കയ്ക്ക് അധികാരമില്ലെന്നും ചൈനീസ് പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോങ് ജുൻ പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ലോകത്തിലെ ആകെ എണ്ണ നീക്കത്തിന്റെ 5-1 ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഇപ്പോൾ ഹോർമൂസിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധി ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ആഗോള സമ്പദ് വ്യവസ്ഥയെ അത് ദുർബലമാക്കുമെന്നും അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഇന്ത്യയുടെ വാനമ്പാടി ആശാ ഭോസ്ലെ അന്തരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്താ റിപ്പോർട്ടിൽ ഇന്ത്യൻ ഗാനങ്ങളും ചലച്ചിത്ര ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയതിന് പാകിസ്ഥാനിലെ പ്രമുഖ വാർത്താ ചാനലായ ജിയോ ന്യൂസിനെതിരെ നടപടി. 2018 മുതൽ പാകിസ്ഥാനിൽ ഇന്ത്യൻ ഉള്ളടക്കങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം ലംഘിച്ചെന്നാരോപിച്ചാണ് നടപടി. ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ വടക്കുപടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാൻ സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മാർപ്പാപ്പയ്ക്കെതിരെ പരാമർശം നടത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി. മാർപ്പാപ്പയ്ക്കെതിരെ ട്രംപിന്റെ ആക്രമണം അസ്വീകാര്യമാണെന്ന് മെലോണി പറഞ്ഞു. യൂറോപ്പിലെ മിക്ക രാഷ്ട്രത്തലവന്മാരും മാർപ്പാപ്പയെ പ്രതിരോധിക്കാൻ രംഗത്തെത്തി. ഓസ്ട്രേലിയയിലെ 125 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ സൈനിക മേധാവി. ലഫ്റ്റനന്റ് ജനറൽ സൂസൻ കോയിൽ സൈനിക മേധാവിയായി സ്ഥാനമേൽക്കും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.